ഗ്രിൽ ചിക്കനും ഫിഷും ഒക്കെ റെഡി ആവണ കാണുമ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊരു മാർക്കറ്റാണ്. ദുബായ് അൽക്കൂസിലുള്ള ബംഗാളി മാർക്കറ്റ്. ഇവിടെ എന്തും കിട്ടും. ഫുഡ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം തന്നെ കിട്ടും. ഇവിടെ വന്ന സത്യത്തിലൊരു ഉത്സവത്തിന് വന്ന ഫീലാണ് കേട്ടോ. പറയുന്നത് ബംഗാളി മാർക്കറ്റ് എന്നാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഇത് സായിപ്പന്മാരെ പോലെ വെല്ലും. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ സ്ഥലം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടൊരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ വന്നത് ആ കാണുന്ന പുല്ലിൽ വന്നിരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ മണ്ണിട്ട താഴത്തെ തിരക്കാണ്. അത്രമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നൊരു സലൂണാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് ലൈവ് ടൈലർ കാണുന്നത്. നമുക്ക് അപ്പം ചെന്ന് തയ്പ്പിച്ചുകൊണ്ട് പോരാ സാധനങ്ങളൊക്കെ. അൽക്കൂസ് 4 പുതിയതായിട്ട് താമസിക്കാൻ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയാലോ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽക്കൂസിലുള്ള ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ മുമ്പിൽ വരാം. അതിൻ്റെ സൈഡിലായിട്ടൊരു ബസ് സ്റ്റോപ്പുണ്ട്. ജസ്റ്റ് അവിടെ പോയി നിന്നാൽ മതി. അവിടെ നിന്ന് ആളുകൾ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ആ മാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. ആരും പറഞ്ഞു തരും കേട്ടോ അങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളൊരു നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറി കേട്ടോ. അറിയാലോ അല്ലേ, അജ്മൽ സ്റ്റോറി ബുക്ക്. ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് വീക്കെൻഡ് ഇതായി കിടക്കുന്നതാണ് ഞങ്ങളുടെ കമ്പനി റൂട്ട്സ്. ഈ പോകുന്നതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്. സംഗതി വോൾവോയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലുള്ള അൽക്കൂസിലാണ്. അപ്പോൾ ആദ്യത്തെ വീക്കെൻഡാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ ലാൻഡിങ് ആയത്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം റൂമിലുള്ള ആളുകളൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ കാണിച്ചു തന്നാണ് ഒരു ബംഗാളി മാർക്കറ്റ്. അപ്പോൾ ഈ ബംഗാളി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബഹ്റൈനിലെ ബംഗാളി മാർക്കറ്റായിട്ടൊന്നും ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം നിലത്ത് ഈ കച്ചറ സംഭവങ്ങളൊന്നുമില്ല. ഒരു സംഭവം എന്തെങ്കിലും വീണാൽ അപ്പം തന്നെ അവരത് വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആളുകളുണ്ട് അവിടെ. ആദ്യത്തെ വീഡിയോ അവിടെ നിന്ന് ആകാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സെറ്റപ്പും സംഭവങ്ങളൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമുള്ള സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവാണ്. സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത്ഭുതപ്പെടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോമൺലി പറയാറുണ്ട് ദുബായ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ദുബായിലെ സാധനങ്ങൾക്കൊക്കെ വളരെ വില കൂടുതലാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു സങ്കല്പം തീർത്തും പൊളിച്ചെഴുതുന്നൊരു സംഭവമാണ് ഈ ബംഗാളി മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തായാലും പതുക്കെയാണ് മൂവ് ചെയ്യല്ലേ. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. കട കാണുന്നുണ്ട്. അപ്പോൾ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കവിടെ പോകാം. നല്ല അടിപൊളി ചായ കേട്ടോ. കറക്റ്റ് ചായയാണ്. കറക്റ്റ് ചായക്ക് 100 ഫിൽസേ ഉള്ളൂ. മറ്റേ ഫ്രഷ് മിൽക്ക് ഒഴിച്ചിട്ടുള്ള ചായക്ക് ഫിൽസല്ല, ദിർഹം, 1 ദിർഹം. പിന്നെ എന്താണ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചിട്ടുള്ള ചായക്ക് 2 ദിർഹം. അതായത് ബഹ്റൈനിലെ 200 ഫിൽസ്. പോന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇല്ലായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നാവിന്ന് ആ ഒരു ഫിൽസും ദിനാറും ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. ഇവിടുത്തെ ദിർഹത്തിൻ്റെ എമൗണ്ട് കാണുമ്പോഴും നമ്മൾ ഈ ദിനാർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അത് 15 ദിർഹം, 25 ദിർഹം അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നിൻ്റെ പ്രൈസ് കാണുമ്പോൾ നമ്മൾ കണക്കൂട്ടില്ല. 2.5 ദിനാർ, 3.5 ദിനാർ അങ്ങനെ പറയുന്നത്. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊരു പ്രത്യേകത ഉണ്ട്. മിക്ക കമ്പനികളിലെ സ്റ്റാഫിനും 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയത്തൊക്കെ ഈ ഏരിയയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഉള്ളത് അൽക്കൂസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. ഇവിടെ ഒരുപാട് കമ്പനികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. നടന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ ഒരു സംഭവം കാണിച്ചിട്ടാ. ക്യാമറയിൽ എത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കിക്കോ. ഒരു ഫോഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കായിട്ട് ക്ലിയർ ആവാൻ സാധ്യതയില്ല. ഇപ്പോൾ കാണുന്ന ഒരു കൊമ്പ് കണ്ടോ, അതാണ് ബുർജ് ഖലീഫ. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നല്ല തർക്കമില്ലാത്ത ദൂരമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരുമാതിരി ലൊക്കേഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രൗഢിയോടെ അതിൻ്റെ ഒരു തലപ്പൊക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു ഭാഗമെങ്കിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോഗ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു.
ട്രെയിൻ പോലെ 2 ബോഗി പോലെ പോകുന്ന ഒരു ബസ് കണ്ടോ. സത്യത്തിൽ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിട്ടോ. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ ഒക്കെ നോക്കിയിരുന്നു. നമുക്ക് അടുത്ത ദിവസം ആവട്ടെ അതിലൊന്ന് കയറി നോക്കട്ടോ സംഭവം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലണം. ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ ചുമ്മാ ചാടിക്കിടക്കാനൊന്നും പാടൊന്നുമില്ല. സിഗ്നലായാൽ മാത്രമേ കിടക്കാൻ പാടുള്ളൂ. ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ ഒരുമാതിരി ആളുകളൊക്കെ പാലിക്കട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ചാടി പോകണവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ മാർക്കറ്റിലേക്കുള്ള യാത്രയിലാണ്. ആളുകൾ മുഴുവൻ മാർക്കറ്റിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വഴി ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായോന്നൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ആ കാണുന്നതാണ് മാർക്കറ്റ്. അതിൻ്റെ സൈഡിൽ കാണുന്നതൊരു ലിക്കർ ഷോപ്പാണ്. ലിക്കർ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മാത്രമല്ല അവിടുന്ന് സാധനം മേടിച്ച് വേണമെങ്കിൽ വണ്ടിയുടെയൊക്കെ പുറകിൽ അടിക്കാം. ഒരുപാട് ദൂരോട്ടൊന്നുമല്ല. ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇന്ന് അടിച്ചതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല അവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിപിടി പാടില്ല, മറ്റത് പാടില്ല, മറിച്ചത് പാടില്ല. എന്തൊക്കെയായാലും ഈ ദുബായിലൊരു നിയമം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകളത് അനുസരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ലിക്കർ ഷോപ്പിൻ്റെ മുമ്പിലെ തിരക്കും അവിടുത്തെ ആൾക്കാർ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ബീവറേജൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്തൊക്കെയായാലും ബീവറേജിൻ്റെ മുമ്പിൽ ലോകത്ത് എവിടെയാണെങ്കിലും ആളുകൾ അച്ചടക്കമുള്ളവരായിരിക്കും അല്ലേ. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എല്ലാവിധ ബ്രാൻഡുകളും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് മാത്രമല്ല വളരെ വിലക്കുറവിലാണ് അത് കിട്ടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ലിക്കർ ഷോപ്പിലേക്കല്ല, നേരെ മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ബംഗാളി മാർക്കറ്റിലേക്ക്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗാളി മാർക്കറ്റിൻ്റെ ഒരു ഫീലൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരു സായിപ്പന്മാർ നടത്തുന്നൊരു മാർക്കറ്റായിട്ടേ തോന്നുന്നത്. അതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ക്ലീനാണ്, നീറ്റാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് സ്മോക്കിങ് പാടില്ല, നിലത്ത് തുപ്പാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കോ, ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്ലീൻ. ഇതാണ് ഞാൻ പറഞ്ഞ ബംഗാളി മാർക്കറ്റ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ ഒരു ഉത്സവ പറമ്പിൻ്റെ ഒരു ഫീലിൽ അത്രയും ആളുകളുണ്ട് കേട്ടോ ഇവിടെ. നിലമൊക്കെ കണ്ടോ, നല്ല പക്ക ഫിനിഷിംഗ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റായിട്ടൊന്നും ഒരു പക്ഷേ ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ സൈഡിലിതാ ഒരു പച്ച പരവതാനിക്ക് വിരിച്ച സ്ഥലം കണ്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. നല്ല അടിപൊളി സെറ്റപ്പല്ലേ. നമുക്കൊരു പച്ച പരവതാനിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അവർ. പുല്ലല്ല, അത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണ്. അത് മാത്രമല്ല ഇവിടെ കസേരകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സലൂണാണ് ആ കാണുന്നത്. ഇവിടെ കാണുന്നതൊരു ടൈലറിംഗ് ആണ്, ലൈവ് ടൈലറിംഗ് ആണ്. മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ പച്ചക്കറി, നീറ്റ്നെസ്സാണ്. അപ്പം ക്ലീൻ ചെയ്യുന്ന നിലത്ത് വീണ സാധനങ്ങൾ. ഇത്രയൊക്കെ ക്ലീനായിട്ടൊന്നും നമുക്ക് പച്ചക്കറി മാർക്കറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. പച്ചക്കറി മാർക്കറ്റ് മാത്രമൊന്നുമല്ല, മീൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇറച്ചി മാർക്കറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ഫിനിഷിങ്ങിലാണ്, ഒരു ക്ലീനിങ്ങിലാണ് സംഭവം ഇവിടെ കൊണ്ടുവരുന്നത്. തിരിച്ചാണ് കച്ചവടം നടത്തുന്നത്. ആ സ്റ്റാളിനകത്ത് വെക്കാൻ നമ്മൾ വേറെ പുറത്തോട്ട് നിലത്തൊന്നും ഇറക്കി വെക്കാനൊന്നും പാടില്ല. കറക്റ്റ് അളവിൽ തന്നെ സാധനം വെക്കാൻ പാടുള്ളൂ. ഈ ഇരിക്കുന്ന കട്ട് ഫ്രൂട്ട്സുകളില്ലേ, ഇത് ഏതെടുത്താലും 2 ദിർഹമാണ്. അതായത് ബഹ്റൈനിലെ 200 ഫീസ്. നാട്ടിൽ ഏകദേശം ഒരു 40-45 രൂപ വരും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സംഭവം. ഈ
200 ഫിൽസ്, അതായത് 2 ദിർഹത്തിനാണ് കേട്ടോ കിട്ടുന്നത്. ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇതിനകത്തോട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് നമുക്ക്. रेडे जितना अपना रेडे रखी ना हमारे रेडे रखी മൊബൈലിൻ്റെ ലൈവ് സർവീസിങ് കണ്ട നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അഴിച്ച് അത് നമ്മൾ മൊബൈലിലൊക്കെ സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്ത് തിരിച്ചു തരും നമുക്ക്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ റിപ്പയറിങ്ങിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ മുമ്പിൽ വെച്ച് അത് സർവീസ് ചെയ്യില്ലല്ലോ. പക്ഷേ ഇവരത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അഴിച്ച് സർവീസ് ചെയ്ത് തരും നമുക്ക്. ₹50 पड़ते खादा टूल से सारा दा पाट चलेगा ये कितना का है भाई राजू सलाम चेक करो കാണുന്നത് ഫുഡിൻ്റെ സെക്ഷൻ.
अंडे वाला बर्गर कितना खाने में ये तो नहीं है यही करूँगा नहीं माशाल्लाह माशाल्लाह दुबई के हिसाब से अगर देखा जाए सबसे सस्ती खाना है। അൽക്കൂസിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണത്. അതെന്തായാലും ഇപ്പം ഇത്രയും കണ്ടതിൽ നിന്ന് മനസ്സിലായി കാണുള്ളൂ. സീറ്റിലൊക്കെ വെള്ളം കണ്ടോ? ഇവിടെ ചെറുതായിട്ട് ഇപ്പം ഒന്ന് മഴ പൊടിച്ചു. മഴ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ട് വേറെ വകുപ്പൊന്നുമില്ല. സ്റ്റോളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന് പാരപ്പറ്റ് പുറത്തേക്കൊന്നുമില്ല.
കറക്റ്റ് ആ സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് മഴ നനഞ്ഞു കഴിഞ്ഞാൽ കയറി വെക്കാനൊന്നും പറ്റില്ല. ഒന്നെങ്കിൽ കുട കൊണ്ടുവരണം, അല്ലെങ്കിൽ കോട്ട് വേണം നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ മഴ നനയുക. അതിന് വേറെ വഴിയൊന്നുമില്ല. എന്തായാലും അൽക്കൂസ് ഭാഗത്ത് താമസിക്കുന്നവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വില കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ട് കയറി കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതാണല്ലോ നമ്മളിപ്പോൾ ഈ നടന്ന് കണ്ടത്. അപ്പോൾ ദുബായിയുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ ഞാൻ അറിയുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനെപ്പറ്റി രീതിയിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വീർപ്പിക്കുന്നില്ല. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം. വന്നല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ വെറുതെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ കാശ് കൊടുത്തു. അപ്പോൾ പുതിയ ദുബായ് വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺ വിത്ത് മീ. സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി. ബൈ.